നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഒളിവിലാണ്, അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം ഒരു സൈഡില്, രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നൊരു ചോദ്യം മറുഭാഗത്ത്, എന്തായിരിക്കും ഈ കേസിന്റെ അന്തിമ വിധി എന്നുള്ളത് മറുഭാഗത്ത്, ആരുടെ ഭാഗത്ത് നിൽക്കണം എന്ന കൺഫ്യൂഷനിൽ ചിലർ. എന്തായാലും സംഭവ ബഹുലം തന്നെയാണ് ഈ വിഷയം. ഈ ഒരു വിഷയത്തിൽ ചില അഭിഭാഷകരുടെ നിർണായക വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടമാണോ UDF ആണോ LDF ആണോ അങ്ങനെ വേർതിരിവൊന്നുമില്ല, ഞങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും ശക്തമായ ഒരു FIR വരുമ്പോൾ അതിന്റെ ഭാവി എന്തായിരിക്കും, അത് കോടതിയിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും പോവുക എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ചില നിർണായക പോയിന്റ്സ് ഉണ്ട്. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: എത്ര തന്നെ ശക്തമായ FIR ഉണ്ടായിട്ടും ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജാമ്യം ലഭിക്കും, കാരണം ജാമ്യത്തിന് മുന്നിൽ തെളിവുകളോ മറ്റൊന്നുമല്ല, കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. ഇനി അതിൽ മറ്റേതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച് ഒരുപക്ഷെ ജാമ്യം ലഭിക്കും. ഇനി കോടതി മുറിയിലേക്ക് വാദങ്ങളിലേക്ക് ഈ കാര്യം വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഡെഫിനിഷൻ, അതിന് എല്ലാ കാര്യങ്ങൾക്കും ഈ ഓരോ ഡെഫിനിഷനും വ്യക്തമായ വിശദീകരണങ്ങൾ, വാദം, പ്രതിവാദം, ഒപ്പം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഇവയെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ഒരിടത്തും യുവതി പറഞ്ഞിട്ടില്ല, ഡോക്ടറിനോട് ഒരിടത്തും പറഞ്ഞിട്ടില്ല അന്ന് പിൽസ് കഴിച്ചു, തന്നെ കൊല്ലാനാണോ ഇവർ നോക്കിയത് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഒരിടത്ത് പോലും യുവതി പറഞ്ഞില്ല താൻ പീഡനത്തിനിരയായി, തന്നെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ തന്റെ അറിവില്ലാതെ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഒരിടത്ത് പോലും യുവതി ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല. അത് ഒരു നിർണായക വീഴ്ചയായിട്ട് യുവതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷെ രാഹുലിന് ആശ്വാസമാകാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും FIR ഇത്രയും കനത്തിനൊക്കെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ പുഷ്പം പോലെ കോടതിയിലേക്ക് ഈ കേസ് പൊളിയാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ബലാത്സംഗ കുറ്റങ്ങൾ ഉൾപ്പെടെ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസ് വരികയാണ്. പിന്നാലെ ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നു. മാത്രമല്ല 2 തവണ രാഹുലിനെ തേടി യുവതി പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ബലാത്സംഗം എന്ന വാദം പലയിടത്തും പിഴച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല യുവതി പറയുന്നുണ്ട് സുഹൃത്തായിരുന്നു എന്നും പറയുന്നുമുണ്ട്. എന്തായാലും കേസ് കോടതിയിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയണം. ശാസ്തമംഗലം അജിത് കുമാർ അടക്കമുള്ളവരാണ് ഈ കേസ് കോടതിയിൽ വാദിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അജിത് കുമാറിന്റെ തന്നെ നമുക്ക് പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നീണ്ട നാളത്തെ ഒരു ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ശേഷം ഇവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമായി ഉന്നയിച്ച യുവതി കോടതിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. കോടതിയിൽ വരുമ്പോൾ കാര്യങ്ങൾ നേരെ മറിയും. നമുക്കറിയാം, ഒരു ഇത്തരത്തിലുള്ള ആരോപണ കേസാവുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ആ യുവതി, അതുപോലെ തന്നെ ആ പുരുഷൻ, ഒപ്പം അതുപോലെ തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. ഈ ഭർത്താവിനെയാണ് വീണ്ടും വലിച്ചു കയറ്റുന്നതിലേക്ക്. എന്തായാലും നിർണായകം തന്നെയാണ് കോടതിയുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. സംസ്ഥാനം വിട്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. റൂറൽ SP KS സുദർശനന്റെ നേതൃത്വത്തിൽ 5.5 മണിക്കൂർ യുവതിയുടെ മൊഴി എടുത്തതിന് പിന്നാലെ ഭാരതീയ ന്യായ സംഹിതയിലെ 7 IT ആക്ടിലെ 1 വകുപ്പ് ചുമത്തിയാണ് വലിയമല പോലീസ് ജാമ്യമില്ലാ വകുപ്പ് എടുത്തത്. ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച സുഹൃത്ത് ജോബി ജോസഫ് 2ാം പ്രതിയുമാണ്. ബലാത്സംഗം നടന്നത് നേമം സ്റ്റേഷൻ പരിധിയിലായതിനാൽ FIR-ഉം 20 പേജുള്ള മൊഴിയും അടക്കം അവിടേക്ക് കൈമാറി. സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ദീപക് ധൻഖറിന്റെ മേൽനോട്ടത്തിൽ DCRB അസിസ്റ്റന്റ് കമ്മീഷണർ ദിൻരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തി രാഹുൽ രാജ്യം വിടാതിരിക്കാൻ ഇമിഗ്രേഷൻ ബ്യൂറോയ്ക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഗർഭത്തിന് അവരുടെ ഭർത്താവാണ് ഉത്തരവാദി എന്നും ഗർഭചിത്രം നടത്തിയത് യുവതിയുടെ ഇഷ്ടപ്രകാരമാണെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു. ഭർത്താവ് BJP നേതാവാണെന്നും പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചനയായിരുന്നുവെന്നായിരുന്നു രാഹുലിന്റെ വാദം. എന്തായാലും പാലക്കാട് പീഡിപ്പിച്ചു, തിരുവനന്തപുരത്തും പാലക്കാടും പീഡിപ്പിച്ചു എന്നാണ് FIR
FIR പറയുന്നത്. 2025 മാർച്ച് 4 പരാതിക്കാരുടെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ പീഡിപ്പിച്ചു. 17 ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി, നഗ്ന വീഡിയോ പകർത്തി, ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഗർഭിണിയായ ശേഷം ഏപ്രിൽ 22 ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാന ആഴ്ചയിലെ 2 ദിവസം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലും പീഡിപ്പിച്ചു. ജോബി ജോസഫ് മെയ് 30 കൈമനത്ത് നിന്ന് ചുവന്ന കാറിൽ കയറ്റി ഗർഭചിത്രം നടത്താനുള്ള ഗുളിക കൈമാറി. രാഹുൽ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തി. ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് വരുന്നത്. BNS 64/2 വിശ്വാസം മുതലെടുത്ത തുടർച്ചയായ ബലാത്സംഗം, 10 വർഷം തടവ് മുതൽ ജീവപര്യന്തം വരെ. 64(2) ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ബലാത്സംഗം, ജീവപര്യന്തം വരെ. 64(2) തുടർച്ചയായ ബലാത്സംഗം, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ. BNS 89 നിർബന്ധിച്ചുള്ള ഗർഭചിത്രം, 10 വർഷം തടവ് ശിക്ഷ, ജീവപര്യന്തം വരെ. 115/2 മർദ്ദനം, ഭീഷണി, വേദനിപ്പിക്കൽ, 1 വർഷം തടവ്, 10,000 രൂപ പിഴ. 351(3) ഭീഷണി, 7 വർഷം തടവും പിഴയും. BNS 3(5) കുറ്റകൃത്യത്തിൽ ഒന്നിലേറെ പേർ ജോബി പ്രതി എന്നുള്ള കാര്യമാണ്. ഇനി IT ആക്ട് 66E സമ്മതമില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ബബിന പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ബബില കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കോടതിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നു. ഒപ്പം അതുപോലെ തന്നെ ബബില എടുത്തു പറയുന്നു, ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടമെന്നോ അല്ലെങ്കിൽ UDF എന്നോ LDF എന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ല. ഞങ്ങളുടെ മുന്നിൽ ഇത്രയും ശക്തമായ, ഇത്രയും പീഡനത്തിന്റെ ഒക്കെ തന്നെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത്രയും ശക്തമായ ഒരു FIR വരുമ്പോൾ കോടതിയിൽ എങ്ങനെയായിരിക്കും നടക്കുക എന്ന കാര്യത്തെ കുറിച്ച് നമുക്കൊരു വിശദീകരണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബൈറ്റ് നൽകിയിരിക്കുന്നത്. അതൊന്ന് കേൾക്കാം. അല്ല, നിയമം ഭർത്താവിൽ നിന്ന് എന്ന് പറയുന്നില്ല. പകരം നിയമം പറയുന്നത് എന്താണ്? കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അഡൾട്ടറിയിൽ ഉണ്ടാക്കിയ കുട്ടിയാണെങ്കിൽ പോലും അതിന് ഹസ്ബൻഡ് തന്നെയാണ് ഫാദർ എന്ന് പറയുന്നുണ്ട്. 112 എവിഡൻസ് ആക്ടിൽ അത് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് 2025 മുതൽ. പിന്നെ കൂടാതെ അഡൾട്ടറി ഇന്ത്യയിൽ ക്രൈം അല്ല. ഇപ്പം 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം IPC ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ലല്ലോ. അല്ല, അഡൾട്ടറി ആണെങ്കിൽ എന്ന് പറയുന്നതുകൊണ്ട് അഡൾട്ടറിന്റെയും കാര്യങ്ങളും കൂടി പറയണം. അതായത് താങ്കൾ പറയുന്നത് ഇത്രമേൽ ശക്തമായ FIR ആണ് എങ്കിൽ പോലും രാഹുലിന്റെ ചില വാദങ്ങൾ ഉന്നയിച്ച് ജാമ്യം തേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, ജാമ്യത്തിന്റെ കാര്യത്തിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ, ജാമ്യം രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും അല്ല. എന്റെ അഡൾട്ടറി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് വരുവാണെങ്കിൽ ഈ അഡൾട്ടറി വെച്ചിട്ട് അയാൾക്ക് സിവിൽ കേസ് കൊടുക്കുവാണെങ്കിൽ, അതായത് ഫാമിലി കേസ് കൊടുക്കുവാണെങ്കിൽ സിവിൽ മാറ്റേഴ്സിൽ അത് അഡൾട്ടറി കാര്യമാണ്. അങ്ങനെ പക്ഷേ യുവതിയുടെ മൊഴി അനുസരിച്ച് ഭർത്താവുമായി ഒരുമിച്ച് കഴിഞ്ഞത് 4 ദിവസം എന്നാണ് പറയുന്നത്. അതാ ജീവിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യം. അത് അവര് തെളിയിക്കണം. എവിഡൻസ് ടൈമിലേക്ക് വരുമ്പോഴാണല്ലോ ഈ കാര്യമുള്ളൂ. ബെയിലിന് എവിഡൻസ് ഇല്ലല്ലോ. പ്രൈമ ഫേസി അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലേ ബെയിലിൽ നോക്കുന്നുള്ളൂ. അല്ല, അത് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ FIR അതിശക്തമാണ് എന്നാണല്ലോ പറയുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ബെയിലിൽ നോക്കുന്ന പ്രൈമ ഫേസി ഇയാള് കേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്തിട്ടുണ്ടോ, ഈ കേസ് നിലനിൽക്കുന്നതാണോ എന്നാണ് നോക്കുന്നത്. അയാൾക്ക് ബെയിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തില് അതിൽ സെർട്ടൈൻ കണ്ടീഷൻസ് ഓഫ് ബെയിൽ പറയുന്നുണ്ട്. ഒരു 7 കണ്ടീഷൻസ് ഓഫ് ബെയിൽ പറയുന്നുണ്ട്. ആ ബെയിലിന്റെ കണ്ടീഷൻസ് ഒക്കെയാണ് ബെയിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഈ കേസ് നിലനിൽക്കോ എന്നുള്ളതാണെങ്കിൽ ഇൻ ദ ലോങ് റൺ നിലനിൽക്കോ എന്നാണ്. എവിഡൻസ് ആണല്ലോ അതിന്റെ മുഖ്യം. എവിഡൻസിന്റെ സമയത്ത് വരുവാണെങ്കിൽ ഇതിൽ എവിഡൻസ് എടുക്കുമ്പോൾ 112 സെക്ഷൻ എവിഡൻസ് ആക്ട് അത് വരും. അബോർഷന്റെ അവിടെ വരും. റേപ്പിന്റെ അവിടെ വരുമ്പോ കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടറിന്റെ മൊഴി കാര്യങ്ങള്, അങ്ങനത്തെ കുറെ കാര്യങ്ങള് അവിടെ വരുമ്പം തന്നെ അഡൾട്ടറിനെ കുറിച്ചിട്ട് വരും. പിന്നെ ഇതില് റേപ്പിനെ കുറിച്ച്, റേപ്പ്, നിരന്തരം റേപ്പ്, അതൊക്കെ ഡിഫൈൻഡ് ആവും. ഒപ്പം കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ദീപയുടെ പോസ്റ്റും വൈറലായിരിക്കുകയാണ്. കോടതിയിലുള്ള കേസല്ലേ, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായ എനിക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒപ്പം വേട്ടക്കാരനെ അയാളുടെ പദവിയും സ്വഭാവ ഗുണങ്ങളും ഒന്നും നോക്കാതെ
സ്ത്രീകളുടെ പരാതിയിന്മേൽ പരിഗണന കാണിക്കുന്ന ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഉള്ളപ്പോൾ പീഡകനായ മുൻ മുഖ്യമന്ത്രിയിൽ നിന്നും സരിതയ്ക്ക് നീതി മേടിച്ചു കൊടുത്ത ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടേത്. EM ഉരുക്കി ഒഴിക്കുന്ന MLA അടക്കം കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെട്ട നാടില്ലയോ നമ്മുടേത്? ബീഹാറിലാണേലും ബംഗാളിലാണേലും നമ്മൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. വേണ്ടി വന്നാൽ മക്കളെ കൊണ്ട് പീഡിപ്പിക്കുന്നവരെ കെട്ടിക്കുകയും ചെയ്യുന്ന ഓമന നാട്. സ്വപ്നയ്ക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അവിവാഹിതരായ 3-4 ദിവസം മാത്രം ഭർത്താവിനൊപ്പം കഴിഞ്ഞ ആ സുഖം ശരിക്കറിയാതെ പോയ യുവതികളെയും പിന്നെയും പീഡിപ്പിച്ച് അത് കഴിഞ്ഞും പീഡിപ്പിച്ച് പ്രഗ്നന്റ് ആക്കി പിന്നെയും ബലാത്സംഗം ചെയ്യുന്ന ഓരോ പീഡകരെയും വന്ധ്യീകരിക്കണം. അവരുടെ കുളം തോണ്ടണം. 4 ദിവസമെങ്കിലും ഒരുത്തിയെ കെട്ടിയ എന്നിട്ട് പുതിയ മേച്ചിൻപുറം തേടി പോകുന്ന എല്ലാ അവളുമാരുടെ കെട്ടിയോന്മാരെയും ഡിപ്രഷൻ കേന്ദ്രത്തിൽ അയച്ച് ചികിത്സ കൊടുക്കണം. കാരണം അവരുടെ പണവും ചോരയും നീരും വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ കാനന ചോലെ തേടിയിട്ടുള്ള പോക്ക്. NB ഇഷ്ടം തോന്നുന്ന പുരുഷന് ഒപ്പം ഒരിക്കലെങ്കിലും ഒന്ന് കിടക്കണം, അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കണം എന്നൊക്കെ തോന്നുന്ന ആരാന്റെ ഭാര്യയെ അവൾ വീട്ടിലെ പീഡന കഥയൊക്കെയായി ഓരോന്നായി പറഞ്ഞ് സമീപിക്കുമ്പോൾ ഒരു കയ്യേറും ദൂരം, ഒരു കയ്യകലം പാലിക്കുന്നവൻ ഭാഗ്യവാൻ. കൂടെ കിടന്നുകൊണ്ട് ചാറ്റും വീഡിയോയും പിടിക്കും. തത്സമയം ചാനലുകൾക്ക് അയച്ചു കൊടുക്കാനും മടിക്കാത്ത നല്ല മനുഷ്യ സ്നേഹികളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. പണ്ടൊക്കെ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലെ വല്യമ്മച്ചിമാർ പറയുമായിരുന്നു, മോളെ കാലം വല്ലാത്തതാ, അവനവനെ സൂക്ഷിക്കണേന്ന്. ഇപ്പോ അവരൊക്കെ മൺമറഞ്ഞു. ഇല്ലെങ്കിൽ അവർ ഇന്ന് വീടിന് വെളിയിൽ ഇറങ്ങുന്ന ഓരോ പുരുഷനെ നോക്കിയും പറഞ്ഞേനെ, മകനെ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഈ മരത്തിനാണെന്ന്. പ്രത്യേകിച്ച് അല്പം സൗന്ദര്യം, പണം, പദവി, പ്രശസ്തി ഒക്കെയുള്ള ആണുങ്ങളെ നോക്കി ഉറപ്പായും പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് 4 ദിവസം മാത്രമേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തെളിവടക്കം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യുവതിക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്.